എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 15 ശ്ലോകം 14, 15, 16, 17, 18, 19, 20, 21, 22 9 ശ്ലോകങ്ങള് നമുക്ക് ഇന്ന് നോക്കാം. സാക്ഷാൽ ഭഗവാൻ വാസുദേവന്റെ അംശാവതാരമാണ് ജമദഗ്നിയുടെ പുത്രനായിട്ട് ജനിച്ച പരശുരാമൻ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. യമാഹുർവാസുദേവാംശം ഹൈഹയാനാം കുലാന്തകം ത്രിസപ്തകൃത്തോ യൈമാം ചക്രേ നിക്ഷത്രിയാം മഹിം. യം യാതൊരുവനെ ഹൈഹയാനാം ഹേഹയ വംശജാതന്മാരുടെ കുലാന്തകം കുലത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ വാസുദേവാംശം ആഹു വാസുദേവാംശമാണെന്ന് പറയുന്നു. യാതൊരുവൻ ഇമാം മഹിം ഈ ഭൂമിയെ ത്രിസപ്തകൃത്വ 21 പ്രാവശ്യം നിക്ഷത്രിയാം ക്ഷത്രിയ ബീജം ഇല്ലാതാക്കിയിട്ട് ചക്ര ചെയ്തു. ആ രാമനെ വാസുദേവന്റെ അംശാവതാരം എന്ന് പറയുന്നു. ഹേഹയ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരെ സംഹരിക്കുകയായിരുന്നു പരശുരാമന്റെ അവതാര പ്രയോജനം. ആ രാമൻ ഈ ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരുടെ തലമുറയെ 21 പ്രാവശ്യം നശിപ്പിച്ചു. അതെന്തിനാണെന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ദുഷ്ടം ക്ഷത്രം ഭുവോ ഭാരം അബ്രഹ്മണ്യമനീനശൽ രജസ്തമോ വൃതമകൻ ഫൽഗൂന്യപികൃതേം ഹസി. രജസ്തമോ വൃതം രജസ്സിനാലും തമസിനാലും മൂടപ്പെട്ടതും ദുഷ്ടം ദുഷിച്ചതും അബ്രഹ്മണ്യം ബ്രാഹ്മണരിൽ ഭക്തിയില്ലാത്തതും ഭുവ ഭാരം ക്ഷത്രം ഭൂമിക്ക് ഭാരവുമായ ക്ഷത്രത്തെ അനീനശൽ നശിപ്പിച്ചു. ഫൽഗുനി അവി അംഹസി കൃതേ തുച്ഛമായ അപരാധം ചെയ്യപ്പെട്ടിരിക്കുമ്പോഴും അഹൻ ഹനിച്ചു. രജോ ഗുണവും തമോ ഗുണവും അധികരിച്ചിരിക്കുന്ന നിമിത്തം നിന്ദ്യകർമ്മങ്ങൾ നടത്തണതും ബ്രാഹ്മണരിൽ ഭക്തിയില്ലാത്തതും ഭൂമിക്ക് ഭാരമായിരിക്കുന്നതുമായ ക്ഷത്രിയ വംശത്തെ ആണ് അദ്ദേഹം നശിപ്പിച്ചത്. ഭൂമിക്ക് ഭാരം ഉള്ളവര് എന്നുള്ള ആ കാരണം കൊണ്ട് തന്നെ ചെറിയ അപരാധങ്ങളൊക്കെ ചെയ്ത അവരെ വധിക്കുക തന്നെ ചെയ്തു. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നു. കിം തദംഹോ ഭഗവതോ രാജന്യൈ അജിതാത്മഭികൃതം യേന കുലം നഷ്ടം ക്ഷത്രിയാണാം അഭീക്ഷ്ണശ. അജിതാത്മഭി ജയിക്കപ്പെടാത്ത അന്ധകരണത്തോടുകൂടിയ രാജന്യൈ രാജാക്കന്മാരാൽ ഭഗവത ഭഗവാന്റെ നേരെ കിം തത് അംഭകൃതം എന്തപരാധം ചെയ്യപ്പെട്ടു. ഏന യാതൊന്നിനാൽ ക്ഷത്രിയാണാം കുലം ക്ഷത്രിയന്മാരുടെ വംശം അഭീക്ഷ്ണശ നഷ്ടം പലപ്പോഴും നശിപ്പിക്കപ്പെട്ടു. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, ക്ഷത്രിയന്മാരെ രാമൻ നശിപ്പിച്ചു അല്ലോ, അത് എന്ത് അപരാധം ചെയ്തിട്ടാണ്? ആ മനസ്സിനെ അടക്കുവാൻ അശക്തനായിരുന്ന രാജാക്കന്മാര് ആ ഭഗവാന്റെ നേർക്ക് കാട്ടിയിട്ടുള്ള അപരാധം എന്തായിരുന്നു? എന്ത് അപരാധം അവര് ചെയ്തത്? ആ അപരാധം നിമിത്തമാണല്ലോ ക്ഷത്രിയവംശം പലവട്ടവും നശിപ്പിക്കപ്പെട്ടത്. അതൊന്ന് പറഞ്ഞു തരൂ പറഞ്ഞപ്പോ ശ്രീശുക ബ്രഹ്മർഷി അത് 3 ശ്ലോകങ്ങളിൽ പറയണു. 3 ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നിച്ചാണ് പറയണത്. ശ്രീശുക ഉവാച ഹൈഹയാനാമധിപതി അർജുന ക്ഷത്രിയർഷഭ ദത്തം നാരായണസ്യാംശം ആരാധ്യ പരികർമ്മഭി ബാഹൂൻ ദശശതം ലേഭേ ദുർധർഷത്വമരാദിഷു അവ്യാഹതേന്ദ്രിയൗജശ്രീ തേജോ വീരേശോബലം യോഗേശ്വരത്വമൈശ്വര്യം ഗുണായത്രാണിമാദയ ചചാര അവ്യാഹതഗതിർ ലോകേഷു പവനോ യഥാ. ഹൈഹയാനാമധിപതി ഹൈഹയന്മാരുടെ അധിപതിയായ ക്ഷത്രിയർഷഭ അർജുന ക്ഷത്രിയ ശ്രേഷ്ഠനായ അർജുനൻ, അതായത് കാർത്തവീര്യാർജുനൻ, പരികർമ്മഭി ശുശ്രൂഷകൾ കൊണ്ട് നാരായണസ്യാംശം ദത്തം നാരായണന്റെ അംശാവതാരമായ ദത്തനെ ആരാധിച്ചിട്ട് ദശശതം ബഹൂൻ 1000 ബാഹുക്കളെയും അരാധിഷു ശത്രുക്കളിൽ ദുർധർഷത്വം പരാജയമില്ലായ്മയെയും അവ്യാഹതേന്ദ്രിയ ഔജശ്രീ തേജോ വീര്യ യശോബലം തടസ്സമില്ലാത്ത
ഇന്ദ്രിയങ്ങള്, ഓജസ്, ശ്രീ, തേജസ്, വീര്യം, യശസ്, ബലം എന്നിവയെയും യോഗേശ്വരത്വം, യോഗേശ്വരൻ എന്ന ഭാവത്തെയും ഐശ്വര്യം, ഐശ്വര്യത്തെയും ലഭിച്ചു. എത്ര യാതൊന്നിൽ അണിമാദയ ഗുണ, അണിമാദികളായ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. പവന യഥ, വായു എന്ന പോലെ അവ്യാഹതഗതി, തടസ്സമില്ലാത്ത ഗതിയോടുകൂടിയവനായിട്ട് ലോകേഷു, ലോകങ്ങളിൽ ചചാര, ചരിച്ചു. അപ്പോ ശ്രീ ശുഖബ്രഹ്മർഷി കാർത്തവീര്യാർജുനൻ ചെയ്ത അപരാധത്തെ പറയണം. അദ്ദേഹം ഹേഹയ കുലത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ അധിപനും ക്ഷത്രിയ സംഘത്തിൽ വെച്ച് ശ്രേഷ്ഠനുമായിരുന്നു ഈ കാർത്തവീര്യാർജുനൻ. അദ്ദേഹം ശ്രീനാരായണന്റെ അംശാവതാരമായ ദത്താത്രേയ മഹർഷിയെ ശുശ്രൂഷാദികൾ ചെയ്ത് സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന് വളരെ ഭക്തിപൂർവ്വം സേവിച്ചു. അപ്പൊ അദ്ദേഹം അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് 1000 കൈകൾ ഉണ്ടായി ഈ കാർത്തവീര്യാർജുനൻ. പിന്നെ ശത്രുക്കൾക്ക് കീഴടക്കാൻ സാധിക്കാത്ത അത്ര പരാക്രമം, തടസ്സമില്ലാത്ത ഇന്ദ്രിയ വ്യാപാരം, ഇന്ദ്രിയബലമാകുന്ന ഓജസ്, കണ്ടാൽ തന്നെ അതി സുന്ദരൻ ഓജസ്, ധനം, ശരീരകാന്തി, ബുദ്ധിബലം, കീർത്തി, ശരീരബലം, ഐശ്വര്യം, ഇതെല്ലാം എന്തൊക്കെ ഗുണങ്ങൾ ഒരു മനുഷ്യന് നേടാൻ പറ്റും, അതെല്ലാം സകല ഗുണങ്ങളും അതിന്റെ പാരമ്യത്തില് കൊടുത്തു ഈ ദത്താത്രേയ മഹർഷി കാർത്തവീര്യാർജുനൻ. അപ്പൊ എന്താ, അതും പോരാ, അണിമാദികളായ സിദ്ധികളും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആ പ്രഭാവ നിമിത്തം എവിടെയും അദ്ദേഹത്തിന് സഞ്ചരിക്കാം. വായുവിന് എവിടെയെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. അതുപോലെ ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഐശ്വര്യാദികളൊക്കെ അങ്ങോട്ട് നിറഞ്ഞില്ലേ, ഗർവം, അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചു അദ്ദേഹത്തിന്. സ്ത്രീരത്നീരാവൃത ക്രീഡൻ രേവാംബസി മതോൽക്കട വൈജയന്തിം സൃജം ബിഭ്രൽ രുരോധ സരിതം ഭുജൈഹി. മതോൽക്കട, ഉത്കടമായ മതത്തോടു കൂടിയവനും, വൈജയന്തിയും സ്രജം, വൈജയന്തി എന്ന മാല, ബിഭ്രൽ ധരിച്ചവനും, സ്ത്രീരത്നേഹി അതിസൗന്ദര്യമുള്ള സ്ത്രീകളാൽ ആവൃത ചുറ്റപ്പെട്ടവനും, ദേവാംബസി നർമ്മദാജലത്തിൽ ക്രീഡൻ ക്രീഡിക്കുന്നവനുമായിട്ട്, ഭുജൈഹി കൈകൾ കൊണ്ട്, സരിതം സരിത്തിനെ രോധിച്ചു. ആ കാർത്തവീര്യാർജുനൻ ഒരു ദിവസം അതിസുന്ദരികളായ അനേകം സ്ത്രീകളോട് ചേർന്നിട്ട് വൈജയന്തി എന്നുപേരായ വിശിഷ്ട മാലയൊക്കെ ധരിച്ച് നർമ്മദാ നദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1000 കൈകൾ കൊണ്ട് നർമ്മദാ ജലപ്രവാഹത്തെ അങ്ങോട്ട് നിരോധിച്ചു. അണ കെട്ടിയ മാതിരി 1000 കൈകൾ വന്നു കഴിഞ്ഞാൽ അണ കെട്ടിയ മാതിരി ആവില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് ആ ജലപ്രവാഹത്തെ അങ്ങോട്ട് തടഞ്ഞു എന്നാ പറഞ്ഞു. അപ്പോഴാണ് അതേപോലെ ഗർവമുള്ള രാവണൻ അവിടെ ആ നദിയില് ദേവപൂജ ചെയ്യായിരുന്നു, പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തഥാ കുറുവൻ ദേവപൂജാം മാഹിഷ്മത്യാ സമീപത വിപ്ലാവിതം സ്വശിബിരം പ്രതിസ്രോതസരിജലൈ നാമൃഷ്യൽ തസ്യ തദ്വീര്യം വീരമാനീദശാനന. ഒട്ടും കുറവല്ല അല്ലെ രാവണനും. ഇതേപോലെയുള്ള യോഗ്യതകളും എല്ലാം ഉണ്ട് രാവണനും. തഥാ അപ്പോൾ മാഹിഷ്മത്യ സമീപത, മാഹിഷ്മതിയുടെ സമീപത്തിൽ ദേവപൂജാം കുറുവൻ ദേവപൂജ ചെയ്യുന്ന വീരമാനീ ദശാനന, വീരൻ എന്ന് അഭിമാനിക്കുന്ന ദശാനനൻ, പ്രതിസ്രോത സരിജലേഹി വിപരീതമായിട്ട് ഒഴുകുന്ന നദീജലങ്ങളാൽ സ്വശിബിരം തന്റെ പാളയം വിപ്ലാവിതം നശിപ്പിക്കപ്പെട്ടു. തസ്യ തത് വീര്യം അവന്റെ ആ വീരത്തെ നാമൃഷ്യൽ സഹിച്ചില്ല. അപ്പോ ദിഗ്വിജയത്തിനായിട്ട് സൈന്യങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന രാവണൻ ആ മാഹിഷ്മതിപുരിയുടെ സമീപത്തിൽ ഇരുന്നിട്ട് ദേവപൂജ ചെയ്യായിരുന്നു. കാർത്തവീര്യാർജുനൻ 1000 കൈകൊണ്ട് തടുത്തപ്പോ നദി അങ്ങോട്ട് മേൽപോട്ട് ഒഴുകി രാവണന്റെ സൈന്യങ്ങൾ പാളയടിച്ച് ആ സ്ഥലം മുഴുവനും ജലത്തിൽ അങ്ങോട്ട് മുങ്ങി, സൈന്യങ്ങളൊക്കെ മുങ്ങി. അപ്പൊ കാർത്തവീര്യാർജുനേക്കാളും വീരനാണ് താൻ എന്ന് അഭിമാനിക്കുന്ന രാവണൻ തന്റെ സൈന്യ നിവേശത്തെ വെള്ളത്തിൽ മുക്കുവാനായിട്ട് ഉപയോഗിച്ച ആ കാർത്തവീരന്റെ പരാക്രമത്തിന് അതങ്ങോട്ട് കണ്ടപ്പോ രാവണന് സഹിച്ചില്ല. അതുകൊണ്ട് രാവണൻ കാർത്തവീര്യാർജുനോട് യുദ്ധത്തിനൊരുങ്ങി പുറപ്പെട്ടു. ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽ വിഷ മാഹിഷ്മത്യാം സന്നിരുദ്ധോ മുക്തോ യേന കപിർയഥ. കൃതകിൽബിഷ ചെയ്യപ്പെട്ട അപരാധത്തോടുകൂടിയ രാവണൻ സ്ത്രീണാം സമക്ഷം സ്ത്രീകളുടെ മുമ്പാകെ ലീലയാ ഗൃഹീത അനായാസേന ഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാഹിഷ്മതിയിൽ സന്നിരുദ്ധ ബന്ധിക്കപ്പെട്ടു. ഏന യാതൊരുവൻ കപീയഥ കുരങ്ങെന്ന പോലെ മുക്ത
മോചിക്കപ്പെടുകയും ചെയ്തു. അപ്പോ സ്ത്രീകളോട് കൂടിയിട്ട് ജലക്രീഡ ചെയ്യല്ലേ കാർത്തവീര്യാർജുനൻ. അങ്ങനെ തന്റെ നേരെ യുദ്ധത്തിന് ഒരുങ്ങി വന്ന രാവണനെ സ്ത്രീകൾ ഇങ്ങനെ നോക്കി നിൽക്കെ തന്നെ ഒരു പ്രയാസം കൂടാതെ കൊരങ്ങിനെ എന്ന പോലെ പിടിച്ചുകൊണ്ടുപോയി മാഹിഷ്മതി എന്ന രാജധാനിയില് അവിടെ കൊണ്ടാണ് കെട്ടിയിട്ടു ഈ രാവണനെ. അത്രയും രാവണനെ പോലും കെട്ടിടാൻ പാകത്തിനുള്ള അത്രയും വീരവാനായിരുന്നു ഈ കാർത്തവീര്യാർജുനൻ. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.